എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ ശേഷം ചികിത്സയിൽ കഴിഞ്ഞിരുന്ന നേപ്പാൾ സ്വദേശിനി ദുർഗാകാമി അന്തരിച്ചു. 22 വയസ്സായിരുന്നു ദുർഗാകാമിക്ക്. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും രക്ഷപ്പെടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു കേസ് പെട്ടെന്ന് നിർണായകമായ പല കാര്യങ്ങളും സംഭവിച്ച് അത് മരണത്തിലേക്ക് എത്തിയപ്പോൾ ഡോക്ടർമാരെ സംബന്ധിച്ച് അത് വളരെയധികം ദുഃഖവാർത്തയായി മാറുകയാണ്. ഡോക്ടർമാർ കിണഞ്ഞു പരിശ്രമിച്ചു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നിട്ടും അവസാനം മരണത്തോട് മല്ലിടിച്ച് ദുർഗാകാമി തോറ്റ് മടങ്ങുകയായിരുന്നു. അവസാനം പോലും ഓരോ ശ്വാസവും ജീവിക്കാൻ വേണ്ടിയുള്ളതായിരുന്നു. എന്നാൽ അവസാനം മരണം തന്നെ വിജയിക്കുകയായിരുന്നു. ദൈവം വിധിച്ചത് മറ്റൊരു വിധിയാണ് എന്ന് തന്നെ ഉറപ്പിച്ചു പറയാൻ സാധിക്കും. അതാണ് 22-കാരി ദുർഗാകാമിക്ക് വിധിച്ചിരുന്നത്. ഡോക്ടർമാർ കിണഞ്ഞു പരിശ്രമിച്ചെങ്കിലും വ്യാഴാഴ്ച രാത്രി 15ഓടെ ദുർഗയുടെ മരണം സംഭവിക്കുകയായിരുന്നു. ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതിനെ തുടർന്ന് ഇന്നലെ ഉച്ചയ്ക്ക് 2-ന് ദുർഗയെ എക്മോ സപ്പോർട്ടിൽ നിന്ന് മാറ്റിയിരുന്നു. കട്ടിലിൽ എഴുന്നേറ്റിരിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്തെങ്കിലും വൈകിട്ട് 4:30 തന്നെ ഹൃദയവും ശ്വാസവും നിലച്ചു. 6 മണിക്കൂറോളം ഡോക്ടർമാർ കിണഞ്ഞു പരിശ്രമിച്ചെങ്കിലും ദുർഗയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ഡിസംബർ 22-നായിരുന്നു ശസ്ത്രക്രിയ നടന്നത്. കഠിന പരിശ്രമങ്ങൾക്ക് ദുർഗയെ തിരികെ കൊണ്ടുവരാൻ സാധിച്ചില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം സാധാരണ നിലയിലേക്ക് തിരിച്ചു വന്ന ദുർഗ മരുന്നുകളോട് വേഗത്തിൽ പ്രതികരിച്ചത് പ്രതീക്ഷ നൽകിയിരുന്നു. എന്നാൽ എക്മോ സപ്പോർട്ട് മാറ്റിയതിന് പിന്നാലെ നില വഷളാവുകയായിരുന്നു. ഡാനൻ എന്ന ഗുരുതര ജനിതക രോഗം ബാധിച്ച് ചികിത്സ തേടി കേരളത്തിലെത്തിയതാണ് നേപ്പാൾ സ്വദേശിനിയായ ദുർഗാകാമി. ഹൃദയഭിത്തികൾ കനം കൂടുന്ന അവസ്ഥയാണിത്. സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സാ ചിലവ് താങ്ങാൻ സാധിക്കാത്തതിനെ തുടർന്ന് എറണാകുളം ജനറൽ ആശുപത്രിയെ സമീപിക്കുകയായിരുന്നു. യോജിച്ച ഹൃദയത്തിനായി മാസങ്ങളായി കാത്തിരിക്കെ വാഹനാപകടത്തിൽ ചികിത്സയിലിരിക്കെ മസ്തിഷ്ക മരണം സംഭവിച്ച കൊല്ലം ചാത്തന്നൂർ സ്വദേശി ഷിബുവിൻ്റെ ഹൃദയം ദുർഗയ്ക്ക് മാറ്റിവെച്ചു. ജനറൽ ആശുപത്രിയിലെ ആദ്യം ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കൂടിയായിരുന്നു ഇത്. വിദേശ വനിതയായതിനാൽ അവയവദാനത്തിനുള്ള മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുന്നതിന് നിയമപരമായി തടസ്സങ്ങളുണ്ടായിരുന്നു. തുടർന്ന് ഹൈക്കോടതിയെ സമീപിച്ചാണ് ഇതിനുള്ള ഇളവ് നേടിയെടുത്തത്. ദുർഗയ്ക്കുള്ള മരുന്നുകൾക്ക് മാത്രം ആശുപത്രി 12 ലക്ഷം രൂപ ചിലവഴിച്ചു. 1.5 കോടി രൂപയാണ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കുള്ള സൗകര്യങ്ങൾ സജ്ജമാക്കാൻ ജനറൽ ആശുപത്രിയിൽ തന്നെ ചിലവായത്. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്ന രാജ്യത്തെ ആദ്യത്തെ ജില്ലാ ആശുപത്രി എന്ന നേട്ടത്തിനും എറണാകുളം ജനറൽ ആശുപത്രി അർഹമായിരുന്നു. ഗുരുതര ഹൃദ്രോഗം ബാധിച്ച ദുർഗാകാമി 10 മാസത്തിലേറെയായി യോജിച്ച ഹൃദയത്തിനായി കാത്തിരിക്കുകയായിരുന്നു. അനാഥാലയം നടത്തിപ്പുകാരനായ മലയാളിയാണ് ചികിത്സയ്ക്കായി ദുർഗയെ കേരളത്തിലേക്ക് എത്തിച്ചത്. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് അപേക്ഷിച്ചെങ്കിലും നിയമം തടസ്സമായി. പിന്നീട് ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് വാങ്ങി ശസ്ത്രക്രിയ നടത്തുകയായിരുന്നു. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തൂ.